ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദിവ്യ. എനിക്കിന്നിവിടെ കിട്ടിയ ടോപ്പിക് സെക്യൂർ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. ആദ്യം തന്നെ കൊമേഴ്സിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ധാരണ ഉണ്ടെന്ന് വിചാരിക്കുന്നു. കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് കൂടെ സാധനങ്ങൾ വാങ്ങാനും അതുപോലെ തന്നെ വിൽക്കാനും ഉള്ളൊരു പ്രവർത്തനത്തെയാണ് കൊമേഴ്സ് സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ ഈ ആധുനിക ലോകത്തിൽ കമ്പ്യൂട്ടർ അതുപോലെ തന്നെ ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോൺ സാങ്കേതികവിദ്യയൊക്കെ അച്ചടി ഉയർന്നു വരികയാണ്. അപ്പം കൊമേഴ്സ് മനുഷ്യജീവിതത്തിൻ്റെ ഒരു പാതിയായി മാറിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇൻ്റർനെറ്റ് കൂടെ നടക്കുന്ന ഏതൊരു ഇടപാടിൻ്റെയും സുരക്ഷ എന്നുള്ളത് അതൊരു പ്രധാന മാർഗം തന്നെയാണ്. ഈ ബിസിനസ്സിൻ്റെ സുരക്ഷയിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉപഭോക്താക്കൾക്ക് അവരുടെ വിശ്വാസം നഷ്ടപ്പെടുന്നുണ്ട്. സോ അതിനുവേണ്ടി കുറേ പ്രൊട്ടക്ഷൻ മാർഗങ്ങളൊക്കെ ഉണ്ട് കൊമേഴ്സിൽ. നമുക്ക് നോക്കാം. Secure physical infrastructure. Not only the technical security but also the physical and environmental security is also important. ഈ ടെക്നിക്കലായിട്ടുള്ള സെക്യൂരിറ്റി മാത്രമല്ല ഇമ്പോർട്ടൻ്റ്, ഈ എൻവയോൺമെൻറ്റലും ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള സെക്യൂരിറ്റീസും മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇൻ മെനി കേസസ് ദ ഫോർമൽ റിസ്ക് അസസ്മെൻറ്റ് പ്രൊസീജിയർ ഇസ് നോട്ട് ഡൺ ഇൻ ദിസ് ഏരിയ. പല കേസസിൽ ഇത്തരത്തിലുള്ള റിസ്ക് ആയിട്ടുള്ള അസസ്മെൻറ്റ്സ് ഒക്കെ ഇത്തരത്തിലുള്ള ഏരിയാസിൽ ഇല്ല എന്നാണ് പറയുന്നത്. സോ ദർ ഇസ് എ നീഡ് ടു സെക്യൂർ എസ്പെഷ്യലി അബൌട്ട് ദ ബിസിനസ് പ്രിമിസസ് ആൻഡ് ബിസിനസ് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് ഫെസിലിറ്റീസ്. എന്താ പറയുക, ഈ ബിസിനസ് പ്രിമിസസും അതുപോലെ തന്നെ ബിസിനസ് ഇൻഫോർമേഷനൊക്കെ സെക്യൂർ ആക്കണം എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഫെസിലിറ്റീസാണ് ഒന്ന് ഡിസൈൻ, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് മോണിറ്ററിങ് ഓഫ് മെനി കൺട്രോൾസ് ഫോർ ദിസ് ആസ്പെക്ട് വിൽ ഹാവ് ടു ബി ജോയിൻ്റ്ലി ഡൺ വിത്ത് ദ ഫിസിക്കൽ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഫിസിക്കൽ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് പെടുന്നതാണ് ഡിസൈൻ, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് മോണിറ്ററിങ് ഓഫ് മെനി കൺട്രോൾസ്. അടുത്തതാണ് സെക്യൂരിറ്റി ക്യാൻ ബി ബെസ്റ്റ് അച്ചീവ്ഡ് ബൈ എൻഷ്യൂറിങ് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് സെക്യൂരിറ്റി. ഈ സെക്യൂരിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് സെക്യൂരിറ്റീസ് ഉണ്ട്. അത് ഒരു സിംഗിൾ മെഷേഴ്സിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ദ കൺട്രോൾസ് ഓഫ് ഫിസിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ സെക്യൂരിറ്റീസ് ആർ ഡിഫൈൻഡ് ഇൻ 3 ഏരിയാസ്. ഈ കൺട്രോൾസ് ഓഫ് ഫിസിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ സെക്യൂരിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന 3 ഏരിയാസാണ്. ഒന്ന് സെക്യൂരിറ്റി ഓഫ് പ്രിമിസ്, ദെൻ സെക്യൂരിറ്റി ഓഫ് എക്യുപ്മെൻറ്റ് ആൻഡ് സെക്യൂർ ഓഫ് ബിഹേവിയർ. ഈ മൂന്നെണ്ണ കൺട്രോൾസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് സെക്യൂർ ഓഫ് ദ പ്രിമിസസ്. ആ ഒരു പരിസരത്തിലുള്ള സെക്യൂരിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വണ്ണാണ് ഫിസിക്കൽ സെക്യൂരിറ്റി പെരിമീറ്റർ. First, we have to define the boundary of the premises and examine the security requirement. നമ്മൾ ആദ്യം തന്നെ ഒരു ബൗണ്ടറി ഡിഫൈൻ ചെയ്യും. എന്നിട്ട് അവിടെയുള്ള സെക്യൂരിറ്റീനെ കുറിച്ച് ആണ് ഫസ്റ്റ് ഡിഫൈൻ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്സ് ചെയ്യും. സോ ബേസ്ഡ് ഓൺ ദ റിസ്ക് അസസ്മെൻറ്റ്, ആ റിസ്ക് അസസ്മെൻറ്റിൻ്റെ ബേസിൽ. സോ ദി ബെസ്റ്റ് വേ ടു ഡു ദിസ് ഈസ് to watch around the premises and evaluate all the entry points through which an intruder come in. ഒരു ഇൻട്രൂഡർ വരാനുള്ള എല്ലാ വഴികളെയും മനസ്സിലാക്കും. അതാണ് ഇവിടെ പറയുന്നത്. ദി help of a security agency can be sought for this purpose. The best approach to securing the premises is to create multiple barriers. The next one, physical entry controls. Only authorized persons should be allowed access to the secure areas. ഇവിടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ മാത്രമേ അലൗ ചെയ്യുന്നുള്ളൂ. സോ ദിസ് ഒബ്ജക്റ്റീവ് കുഡ് ബി അച്ചീവ്ഡ് ബൈ ഹാവിങ് എ ക്ലിയർ ആക്സസ് കൺട്രോൾ പോളിസി ഡിഫൈനിങ് ദ ആക്സസിങ് റൈറ്റ്സ്. സോ ബേസ്ഡ് ഓൺ ദിസ് പോളിസി അപ്രോപ്രിയേറ്റീവ് മെഷേഴ്സ് ഷുഡ് ബി ടേക്കൺ. ഈ പോളിസി അനുസരിച്ച് അപ്രോപ്രിയേറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ. So these measures may be take the form of access control devices like. ഈ മെഷേഴ്സ് ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് സൈപ്പ് ഗാർഡ് കൺട്രോൾഡ് ഡോർസ്, അതുമാതിരി ലോഗിങ് ഇൻഫർമേഷൻ അബൌട്ട് ദ വിസിറ്റേഴ്സ് ആൻഡ് വിസിബിൾ ഐഡൻറ്റിഫിക്കേഷൻ ബാഡ്ജസ്. ദെൻ തേർഡ് വൺ, സെക്യൂറിങ് ഓഫീസേഴ്സ്, റൂംസ് ആൻഡ് ഫെസിലിറ്റീസ്. സെക്യൂർ ചെയ്യാണ് റൂംസ്, ഓഫീസസ്, ഫെസിലിറ്റീസൊക്കെ.
Location of the secure office within the physically secure perimeter should be chosen with care. അതെ, ലൊക്കേഷനും അതുപോലെ തന്നെ സെക്യൂർ ആക്കി ഓഫീസ് കാര്യങ്ങളൊക്കെ സെക്യൂർ ആക്കണം എന്ന് പറയുന്നുണ്ട്, അതിൻ്റെ ആ പരിസരം അങ്ങനെയൊക്കെ. സോ ഓൾ ദ റിസ്ക് pertaining to fire, flood, explosion, civil unrest and other forms of natural or man-made disasters should be considered. എന്താ പറയുക, ഫ്ലഡ്, എക്സ്പ്ലോഷൻ, അതുപോലെ തന്നെ മാൻമെയ്ഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ഇതൊക്കെ കൺസിഡർ ചെയ്യണം. സോ there could also be threat from neighboring premises caused by leakage of water, spreading of fire or storage of toxic or explosive material. Even the bulk supplies like stationery should not be stored within the secure premises. ഇവിടെ എന്താ പറയുക, ബൾക്കായിട്ടുള്ള സ്റ്റേഷനറി അതൊന്നും ഇവിടെ സെക്യൂർ ആയിട്ട് ഇല്ല എന്നാണ് പറയുന്നത്. So the secure location should not be publicized any manner, no display board, banners, signs to indicate the presence of any important information processing activity. Support facilities like photocopier, fax machines, which are constantly accessed by everyone, ഇതൊക്കെ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. Should be located away from the secure areas. Suitable intruder detection systems like CCTV, monitor sensors, etc. should be installed and regularly tested. ഇത്തരത്തിലുള്ള CCTV അതൊക്കെ വളരെ നമുക്ക് ഉപകാരപ്പെടുത്തുന്നുണ്ട്. ഒരാളെ കണ്ടുപിടിക്കാൻ, കള്ളന്മാരൊക്കെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ ഇതുകൊണ്ട് സഹായിക്കുന്നുണ്ട്. ഇനി വർക്കിംഗ് ഇൻ സെക്യൂർ ഏരിയാസ്, സെക്യൂരിറ്റി എക്യുപ്മെൻറ്റ്സ് ലൈക്ക് CCTV ആൻഡ് സ്വൈപ്പ് കാർഡ് കൺട്രോൾഡ് ഗേറ്റ്സ് ആർ of no use if the persons working in this area locations are not only trustworthy of incompetent or simply lack awareness of their responsibility. They should be trained for these operations. They should not boast about their nature of work or location. Also, information should be provided on needed to know the basis. So assignment of duties should be surplusly followed with strict supervision. Then third one, isolated delivery and loading areas. In industrial premises, there could be a constant movement of incoming and outgoing materials. എന്താ പറയുക, ഇൻഡസ്ട്രിയൽ പ്രിമിസസിൽ അതിൽ ഇൻകമ്മിങ് ആൻഡ് ഔട്ട് ഗോയിങ് മെറ്റീരിയൽസ് ഉണ്ട്. ഓൾ ദിസ് ട്രാഫിക് നീഡ്സ് ടു ബി ഐസൊലേറ്റഡ് ഫ്രം സെക്യൂർ. ഈ എല്ലാ ഇതും സെക്യൂർ ആക്കിയിരിക്കണം. ഇനി അടുത്തൊരു കൺട്രോളാണ് സെക്യൂരിറ്റി ഓഫ് എക്യുപ്മെൻറ്റ്. ഒരു സെക്യൂരിറ്റി ഓഫ് പ്രിമിസസിന് ഉള്ളതുപോലെ തന്നെ എന്താ പറയുക, എക്യുപ്മെൻറ്റ്സിന് കൂടെ നമ്മൾ സെക്യൂർ ആക്കണം. ഇത്തരത്തിൽ എക്യുപ്മെൻറ്റ്സ് ഇല്ലേ ഓരോ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ആ എക്യുപ്മെൻറ്റ്സിനെയും കൂടെ നമ്മൾ സെക്യൂർ ആക്കണം. ഫസ്റ്റ് വണ്ണാണ് എക്യുപ്മെൻറ്റ്സ് സൈറ്റിംഗ് ആൻഡ് പ്രൊട്ടക്ഷനും. അപ്രോപ്രിയേറ്റീവ് സെക്യൂരിറ്റി ഓഫ് ദ എക്യുപ്മെൻറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അപ്രോപ്രിയേറ്റീവ് ആയിട്ടുള്ളൊരു സെക്യൂരിറ്റിക്ക് എക്യുപ്മെൻറ്റ്സിൻ്റെ സെക്യൂറും കൂടെ ഇമ്പോർട്ടൻസ് ആണ്. സോ ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് എക്യുപ്മെൻറ്റ് നീഡ്സ് ടു ബി ഹാൻഡിൽ കെയർഫുള്ളി. ഇത്തരത്തിൽ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്സിനെ വളരെ കെയർ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറയുന്നത്. സോ ദി ഫസ്റ്റ് ലെവൽ ഓഫ് എക്യുപ്മെൻറ്റ് പ്രൊട്ടക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഫിസിക്കൽ ലൊക്കേഷൻ. ഫസ്റ്റ് ലെവൽ ഓഫ് എക്യുപ്മെൻറ്റിൻ്റെ പ്രൊട്ടക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഫിസിക്കൽ ലൊക്കേഷനിലാണ്. സോ ദ ലൊക്കേഷൻ ഷുഡ് ബി മിനിമൈസ് ദ നീഡ് ഫോർ അൺനെസസറി ആക്സസ് ആസ് വെൽ ആസ് പ്രിവെൻറ്റ് സ്നൂപ്പിംഗ്. സോ ഇറ്റ് ഷുഡ് ബി സച്ച് ആസ് ടു മിനിമൈസ് ദ റിസ്ക് ടു തെഫ്റ്റ് as well as the risk from the natural disasters like fire, flood, chemical, etc. ഇത് ഫ്ലഡ്, അതുപോലെ തന്നെ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്, കെമിക്കൽസ്, അതിനൊക്കെ മിനിമൈസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, പവർ സപ്ലൈസ്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് വിൽ കം ടു എ halt in the absence of power supply. This could be the worst type of denial of service attack. A thorough business risk assessment is necessary to understand the impact on non-availability of power for certain durations. Based on the evaluation, appropriate measures need to be taken. The problems can be solved by taking power of multiple feeds of electronic supply, and in case all the electronic supplies fail simultaneously,
It is essentially to have an uninterruptible power supply, that means USB. Third one, cabling security. The first step in this connection will be to obtain a wiring diagrams and update them. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ to obtain the wiring diagrams and updated them. So then do physical inspections and access the protection needs to again damage, interference or interruptions. Establish the best practices for laying the network cables as well as power cables and ensure that these are actually implemented. So the next step is to decide on additional security protection required for the network. So this could be expensive for an old installation. Third one, equipment maintenance. It is normally expected that due care is taken for equipment maintenance and proper records are maintained. ഇവിടെ equipments and records ഒക്കെ proper ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. From security angle, two more measures are required. One is to maintain record of faults that we noticed, and ഇവിടെ രണ്ട് തരത്തിലാണ് മെഷേഴ്സ് ഉള്ളത് റിക്വയർ ചെയ്യുന്നത്. ഫസ്റ്റ് വണ് മെയിൻറ്റെയിൻഡ് റെക്കോർഡ്സ് ഓഫ് ഫാൾട്ട്സ്, ദെൻ second step is to maintain the records of all equipment sent off the premises for maintenance. Then third one, security of equipment of premises. Shrinking size of computers and expanding wide area network have made the computer equipment extremely mobile. So securing these devices is an important, and securing the data center. Various controls that should be considered are administrative controls like permissions and the corporate policy on use of mobile computers in places like airplanes, physical controls like securing the devices with security chains, alarms, and sorting them at non-obvious places using access controls like USB tokens, and finally taking the adequate insurance cover. Then sixth one, secure disposal or reuse of equipment. Storage devices have a long memory. Storage devices in a long memory ഉണ്ട്. So unless specifically destroy more, mere deletion is not enough. So this become important when old computers equipment is disposed of or transferred to another locations. ഓൾഡ് കമ്പ്യൂട്ടേഴ്സൊക്കെ എക്യുപ്മെൻറ്റ്സ് ഡിസ്പോസ്ഡ് ഓർ ട്രാൻസ്ഫേർഡ് ഇൻ അനദർ ലൊക്കേഷനിലേക്ക് അയക്കുന്നുണ്ട്. സോ എക്യുപ്മെൻറ്റ് സെൻറ്റ് ഫോർ റിപ്പയർ ഈസ് ഈക്വലി സസെപ്റ്റബിൾ to reading of data from detected storage devices. Then third control ആണ് secure behavior. അതിൽ ഫസ്റ്റ് വണ്ണാണ് ക്ലിയർ ഡെസ്ക് ആൻഡ് ക്ലിയർ സ്ക്രീൻ പോളിസി. ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഷുഡ് നോട്ട് സ്റ്റോപ്പ് അറ്റ് സെക്യൂറിങ് ദ പ്രിമിസസ് ആൻഡ് എക്യുപ്മെൻറ്റ്. ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഒരിക്കലും എന്താ പറയുക സെക്യൂർ പ്രിമിസസിലും അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സിലും മാത്രം നിലനിൽക്കുന്നതല്ല. സെൻസിറ്റീവ് ഇൻഫർമേഷൻ കുഡ് ബി ആക്സസിബിൾ ഇൻ മെനി ഫോംസ്. ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഇൻഫർമേഷൻസൊക്കെ ആക്സസിബിൾ ചെയ്യാനുള്ള മെനി ഫോംസ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് നെസസറി ടു ഐഡൻറ്റിഫൈ ദ പ്രൊട്ടക്ട് ദ ഇൻഫർമേഷൻ ഇൻ ഓൾ ഫോംസ്. ഇങ്ങനെ എന്താ പറയുക നെസസറി ആയിട്ടുള്ള ഐഡൻറ്റിറ്റീസൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കുറേ ഇൻഫർമേഷൻ ഫോംസ് ഉണ്ട്. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് information will have to help to identify the sensitivity, but having an organizational clear desk and clear screen policy. ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ അത് എന്താ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഐഡൻറ്റിറ്റി ദ സെൻസിറ്റിവിറ്റി ആൻഡ് ഹാവിങ് ആൻ ഓർഗനൈസേഷണൽ ക്ലിയർ ഡെസ്ക് ആൻഡ് ക്ലിയർ സ്ക്രീൻ പോളിസി. ക്ലിയർ ഡെസ്കും ക്ലിയർ സ്ക്രീനും ആയിട്ടുള്ള പോളിസിയൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. ദെൻ removal of property. Any movement of equipment, information or software should be only with a proper authorization. All these movements should be logged and records maintained for
all outgoing and incoming items. In these days of storage media capable of containing gigabytes of information, ഇന്നത്തെ ഇന്ന് എന്താ പറയുക, സ്റ്റോറേജസിനായിട്ടുള്ള മീഡിയാസിൽ capable of containing gigabytes ഇൻഫർമേഷൻസ് ആണ്. സോ ദിസ് പ്രൊസീജിയർ ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എംപ്ലോയീസ് ഷുഡ് ബി മെയ്ഡ് അവെയർ ദാറ്റ് സ്പോട്ട് ചെക്സ് വുഡ് ബി carried out to ensure full compliance. Okay, thank you.